ഇന്ന് നമുക്കൊരു കിടിലൻ ഇഫ്താർ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. വത്തക്ക കൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടിപൊളി ഡ്രിങ്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വത്തക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരു എല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ സാധാരണയായിട്ട് വത്തക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഡ്രിങ്ക് പോലെയൊന്നും അല്ല കേട്ടോ ഇത് കുറച്ച് വെറൈറ്റിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രിങ്കിനെ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് റോസ് സിറപ്പാണ് കേട്ടോ. റോസ് സിറപ്പും വത്തക്കയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ റോസ് സിറപ്പിൽ നിന്ന് ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റോസ് സിറപ്പിൻ്റെ ഒരു ബോട്ടിലൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. വത്തക്ക അരച്ചെടുക്കുമ്പോൾ അതിലോട്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. വത്തക്കയിൽ കുരുവൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. നമ്മൾ വത്തക്ക ജ്യൂസ് റെഡിയാക്കുമ്പോൾ കുരുവൊന്നും പെട്ടില്ല എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജ്യൂസ് ഇപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രിങ്കിനെ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പാലാണ്. 1/2 ലിറ്റർ പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുത്ത പാലാണിത്. അപ്പോൾ പാല് വത്തക്ക ജ്യൂസിലോട്ട് ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറ് നല്ലൊരു പീച്ച് കളറായിട്ട് മാറും. കാണാൻ നല്ല ഭംഗിയുള്ള പോലെ തന്നെ ഈ ഡ്രിങ്ക് കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ ഇത് സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അതിനുശേഷം വേണം ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ. അപ്പോൾ വലിയ 2 ഗ്ലാസ്സാണ് ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് 1/4 ഭാഗത്തോളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഡ്രിങ്കിനെ ഒന്നും കൂടെ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് കസ്കസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വീതമാണ് ഈ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കസ്കസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കസ്കസ് ഇട്ടതിന് ശേഷം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഈ വത്തക്ക ജ്യൂസിനെ ഒന്നും കൂടെ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് വത്തക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന വത്തക്കയുടെ മുകൾ ഭാഗത്ത് നല്ല റെഡ് കളറും ഉണ്ടാവും, അതുപോലെ നല്ല മധുരമാവും. അപ്പോൾ അതിൽ നിന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഞാനിത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വീതം ചെറുതായിട്ട് കട്ട് ചെയ്ത വത്തക്കയുടെ പീസ് ഓരോ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വത്തക്കയുടെ പീസൊക്കെ ഇതിലോട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുകളിലുള്ള പീസ് തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് കാണാനും ഭംഗി ഉണ്ടാവുക, കുടിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവുക. അപ്പോൾ ഈ ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്